സെന്റ് തോമസ് പബ്ലിക് സ്കൂളിൽ വരാനും ഇന്ന് ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. തിരുവനന്തപുരത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂളാണ് സെന്റ് തോമസ് പബ്ലിക് സ്കൂൾ കഴക്കൂട്ടം. അവിടെ ഇന്ന് ഫുഡ് ഫെസ്റ്റ് നടക്കാൻ പോവാണ്. അത് ഉദ്ഘാടനം ചെയ്യാനും പിന്നെ അവിടെ നടക്കുന്ന ഫുഡ് കോമ്പറ്റീഷൻ ഒന്ന് ജഡ്ജ് ചെയ്യാനും ഒക്കെ ആയിട്ട് സ്കൂളിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം നിറഞ്ഞ മുഖങ്ങളും ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള സന്ദർഭങ്ങളും ഒക്കെ നമുക്ക് കാണാം. അപ്പൊ നമ്മൾ രാവിലെ തന്നെ പോവാണ് കേട്ടോ. 9:45 ആകുമ്പോൾ എത്തണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. 10 മണിക്കാണ് ഉദ്ഘാടനം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അനിയനും കൂടെ ഉണ്ട്. ഇന്ന് കോയമ്പത്തൂർക്ക് പോകാനുള്ളതാണ് ആൾക്ക്. ഇതൂടെ കഴിഞ്ഞിട്ട് പോവാം എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചതാ. അപ്പൊ ഇതാ നമ്മള് സെന്റ് തോമസ് പബ്ലിക് സ്കൂൾ കഴക്കൂട്ടം എത്തിയിട്ടുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. സ്കൂളിന്റെ ഹെഡ് ബോയും ഹെഡ് ഗേളും പിന്നെ ടീച്ചേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ പ്രിൻസിപ്പാളുടെ റൂമിലേക്കാണ് കേട്ടോ കൊണ്ടുപോയത്. അവിടെ പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, വൈസ് പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, ഹെഡ് മിസ്ട്രസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ചു. പ്രിൻസിപ്പൾ സ്കൂളിനെ കുറിച്ചും ഇവിടെ നടത്തുന്ന ഫംഗ്ഷൻസിനെ കുറിച്ചും ഒക്കെ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ നമ്മൾ നേരെ ഇനാഗുറേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. 10 മണിയായി. May I request the audience to please be seated? Good morning everyone. A warm and absolutely delicious welcome to all our dear teachers, friends and special guests. 2 നല്ല മിടുക്കി കുട്ടികൾ വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ സ്പീച്ചൊക്കെ കുറേശ്ശെ കാണിക്കുന്നുള്ളൂ കേട്ടോ. പലരും പറയാറുണ്ട് വീഡിയോ ഒന്നും കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ കാണിക്കണേന്ന്. പക്ഷെ അത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ടൈം അത്രയും അധികം വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതിനുശേഷം ഒരു പ്രെയർ ഉണ്ടായിരുന്നു. നല്ല പ്രെയർ സോങ് ആയിരുന്നു കേട്ടോ. പിന്നെ അടുത്ത് ഒരു മോള് ചിക്കുസ്റ്റൈനെ കുറിച്ചും എന്നെക്കുറിച്ചും ഒക്കെ കുറേ കാര്യങ്ങൾ വാദോരാതെ സംസാരിച്ചു കേട്ടോ. ശരിക്കും ഒരുപാട് സന്തോഷം. നല്ല ഭംഗിയായിട്ട് സംസാരിക്കുന്നുണ്ട് കുട്ടികളൊക്കെ. നല്ല വാക്ചാതുര്യം, നല്ല പ്രൊനൗൺസിയേഷൻ ഒക്കെയാണ് കുട്ടികൾക്ക്. On behalf of St. Thomas Public School, let me welcome our chief guest, Rashmi ma'am and her family to the special day. Now, let me extend a warm welcome to our respected principal, Madam Ma'am, the strength and visionary of this institution. Once again, a warm welcome to each and every one of you. Let's make this Food Fest a day to remember. നമസ്കാരം. മലയാളം ഓക്കെ അല്ലേ എല്ലാവർക്കും? പ്രിൻസിപ്പൽ മാമിനും ടീച്ചേഴ്സിനും പാരൻസിനും മാനേജ്മെന്റ് സ്റ്റാഫിനും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കും നമസ്കാരം. ആദ്യമേ തന്നെ എന്നെ ഈ ഒരു സ്കൂളിലേക്ക്, സെന്റ് തോമസ് പബ്ലിക് സ്കൂളിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന് ഞാൻ നന്ദി പറയാണ്. എനിക്ക് ഈ പ്രസംഗകല എന്ന് പറയുന്ന സംഭവം ഒട്ടും വശമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെയുള്ള പല വേദികളും ഒഴിവാക്കാനാണ് പറയുന്നത്. പക്ഷേ ഇപ്രാവശ്യം എന്തുകൊണ്ടും എനിക്ക് ഒഴിവാക്കില്ല. കാരണം തിരുവനന്തപുരത്തെ തന്നെ ടോപ്പ് സ്കൂളുകളിൽ ഒന്നായ സെന്റ് തോമസ് പബ്ലിക് സ്കൂളിൽ വരാനും നിങ്ങളൊക്കെ പരിചയപ്പെടാൻ കഴിയുക എന്ന് തന്നെ വലിയൊരു കാര്യം. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ പറയുന്നത്, അതാണ് നമ്മൾ ആയിത്തീരുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് നമ്മളത് ആക്കി ചെയ്യും. അതിപ്പോ നെഗറ്റീവ് ആയാലും ശരി, പോസിറ്റീവ് ആയാലും ശരി, നമ്മൾ എന്താണോ പറയുന്നത് അതിനെയായിരിക്കും നമ്മൾ ആയിത്തീരുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കുട്ടികളോട് സംസാരിച്ചു. ഫുഡിനെ കുറിച്ചും കുക്കിങ്ങിനെ കുറിച്ചും അല്ല കേട്ടോ. കുട്ടികൾക്ക് ജീവിത വിജയത്തിന് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു, അത്രയേ ഉള്ളൂ. ആരോ കമൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മോട്ടിവേഷണൽ ടോക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാൻ ഫോട്ടോ ഷെയർ ചെയ്തപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു മോട്ടിവേഷണൽ ടോക്കൊക്കെ നടത്തുന്നത്. മോട്ടിവേഷണൽ ടോക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല.
ജീവിതം വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു, അത്രയേ ഉള്ളൂ. എന്നാലും ഒരുപാട് സന്തോഷം തോന്നി പറഞ്ഞു കഴിഞ്ഞപ്പോൾ. ഞാൻ ഇങ്ങനെയൊരു ഇനാഗുറേഷൻ ഉണ്ട്, ഫുഡ് ഫെസ്റ്റിൻ്റെ ഇനാഗുറേഷനാണ്. ഞാൻ പഠിക്കുന്ന കുട്ടികളോട് എന്താ അപ്പം പറയുക എന്ന് ഞാൻ ചിക്കുവിനോട്, എൻ്റെ മോളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അമ്മ എന്നെ ഉപദേശിക്കാറില്ലേ, അതുപോലെ എന്തെങ്കിലും അങ്ങ് ഉപദേശിച്ചാൽ മതിയെന്ന്. അപ്പോൾ എനിക്ക് തോന്നി ശരിയാണ്, ഇവരും എൻ്റെ മോളെ പോലത്തെ മക്കൾ തന്നെയല്ലേ എന്ന്. ശരിക്കും അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ. അവൾ നല്ല ശ്രദ്ധയോടെ കേട്ടിരിക്കാറുണ്ട്. അതേ മുഖങ്ങൾ, അതേ താല്പര്യത്തിൽ, അതേ ആകാംക്ഷയിലിരിക്കുന്ന കുറേ കുഞ്ഞു മുഖങ്ങളെ എനിക്ക് ഇവിടെ കാണാൻ പറ്റി ഞാൻ സംസാരിച്ചപ്പോൾ എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം. A huge round of applause and welcome Rashmi ma'am to visit each of our enticing stalls. അങ്ങനെ ഈ ഒരു ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് കുട്ടികളും ടീച്ചേഴ്സും കൂടെയൊക്കെ റെഡിയാക്കിയിട്ടുള്ള സ്റ്റോളുകളൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് പോവാണ്. Teachers and dear children, we are here with a heart full of gratitude. At the heart of today's event was a special beginning, the inauguration by our esteemed chief guest Rashmi ma'am, a passionate food blogger whose love for flavors, storytelling and culinary artistry inspires thousands. Ma'am, your presence here has added a beautiful flavor to our day. Not just the flavor of food, but the flavor of encouragement and warmth through your innocent and nice words. ആദ്യം കൊണ്ടുപോയതുണ്ടല്ലോ ഒരു സ്റ്റോളിലേക്കാണ്, നമ്മുടെ ചിക്കൂസ് ഡൈൻ സ്റ്റോളിലേക്ക്. ഞാൻ ശരിക്കും പറഞ്ഞാൽ സർപ്രൈസ്ഡ് ആയിപ്പോയി. ചിക്കൂസ് ഡൈൻ ചാനലിലുള്ള റെസിപ്പികൾ ഇത് നോക്കി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റോളാണത്. ഇത് ചിക്കൂസ് ഡൈൻ റെസിപ്പീസ് മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മുടെ ഒരു ലോഗോയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾ. ശരിക്കും ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. കാരണം ഒട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണത്. താഴെ ഇവിടെ എഴുതി വെച്ചിട്ടുമുണ്ട്, ഫ്രം ചിക്കൂസ് ഡൈൻ ടു അവർ ഫുഡ് ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും അത്രയധികം ഓവർവെൽഡ് ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ തന്നെ കുറഞ്ഞു, അത്രയധികം സന്തോഷം തോന്നി. പിന്നെ ഇവിടെ നിന്ന് കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കായിരുന്നു. എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു, കുറച്ച് നേരം സംസാരിച്ചു. കുട്ടികൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൂസ് ഡൈൻ സ്റ്റോൾ കണ്ടു കഴിഞ്ഞാൽ ബാക്കി സ്റ്റോളുകളൊക്കെ ഉണ്ട്, അത് കുറച്ച് കഴിഞ്ഞിട്ട് കാണാമെന്ന് വിചാരിച്ചു. കാരണം കുക്കിംഗ് കോമ്പറ്റീഷനുള്ള കുട്ടികൾ ഇതെല്ലാം റെഡിയാക്കി വെച്ച് കുറേ സമയമായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം അത് ജഡ്ജ് ചെയ്യാനായിട്ട് മുകളിലേക്ക് പോയി. ഇതിപ്പം ഹൗസ് വൈസ് കോമ്പറ്റീഷനാണ്. 4 ഹൗസുകളായിരിക്കുമല്ലോ സ്കൂളിൽ ഉണ്ടാവുക. അപ്പോൾ അതിൽ ഓരോ ഹൗസിൽ 2 ടീം വീതമായിട്ടാണ് കോമ്പറ്റീഷൻ. അപ്പോൾ ഒരു ടീമിൽ 4 പേരുണ്ടാവും. പക്ഷേ ടീം ക്യാപ്റ്റന്മാർ മാത്രം അവരുടെ ഡിഷിനെടുത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ടീമിൻ്റെ അടുത്തും പോയി എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് രാവിലെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്, എനിക്ക് കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ പെൺതരികൾക്കിടയിൽ ഒരു ആൺതരിയെ ഞാൻ കണ്ടു. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും കുക്കിങ്ങിന് അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാവും. പിന്നീടാണ് പ്രിൻസിപ്പൽ മാം പറഞ്ഞത്, ഈ മോൻ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ട്രിവാൻഡ്രം റീജിയണൽ ടോപ്പറാണെന്ന്. അത് കഴിഞ്ഞ് പിന്നെ 11th ഇവിടെ തന്നെ ജോയിൻ ചെയ്തു. ഇവിടെ അപ്പം ഇത് ഒരു കംപ്ലീറ്റ് മീലാണ് കേട്ടോ. അതായത് രാവിലെ എണീക്കുമ്പോൾ ഉള്ള സ്മൂത്തി തൊട്ട് രാത്രി കിടക്കുമ്പോൾ ഉള്ള ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഫുഡും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു, എല്ലാം വെറൈറ്റി തന്നെയായിരുന്നു. അങ്ങനെ എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്ത് മാർക്കിടുകയാണ്. എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ മാർക്കിടുന്നത്. ഫുഡിൻ്റെ ടേസ്റ്റും പ്രസൻറ്റേഷനും നീറ്റ്നെസ്സും അങ്ങനെ കുറേ ക്രൈറ്റീരിയ ഉണ്ട്. അതെല്ലാം നോക്കിയിട്ട് തന്നെ മാർക്കിട്ട് പോവുകയാണ്. ഞാൻ ഓരോ കാര്യങ്ങളും ഇതെങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് മാർക്കിടുന്നത്. പക്ഷെ അവരതെല്ലാം നല്ല ചിരിച്ച മുഖത്തോടു കൂടി തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ ഒരു സന്തോഷമാണ് കാണാൻ. ഇവിടെ പഠിക്കുന്ന മിക്കവാറും എല്ലാ കുട്ടികളും ഒക്കെ തന്നെ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന അവരുടെ മക്കളാണ്. കാരണം ഇവിടെ അടുത്താണല്ലോ ടെക്നോ പാർക്ക്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. എല്ലാ ഫുഡും, എല്ലാ കുട്ടികളുടെയും ഫുഡൊക്കെ ടേസ്റ്റി തന്നെയായിരുന്നു. നോ ഫയർ കുക്കിംഗ് ആയിരുന്നു, തീ കത്തിക്കാതെ ഉണ്ടാക്കുന്ന കുക്കിംഗ് അല്ലേ അത്. ഇപ്പം സ്കൂളിലൊക്കെ വെച്ച് നടത്താൻ പറ്റിയ ഒരു കുക്കിംഗ് കോമ്പറ്റീഷനാണ് നോ ഫയർ കുക്കിംഗ് കോമ്പറ്റീഷൻ. ശരിക്കും ഇതോ കണ്ടപ്പോൾ കുട്ടികൾ എത്രമാത്രം ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നതെന്ന് ശരിക്കും എനിക്ക് അത്ഭുതം തോന്നി. അങ്ങനെ കുക്കിംഗ് കോമ്പറ്റീഷൻ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാട്ടോ. അതെല്ലാം അവരുടെ മുഖത്തുനിന്ന് വായിച്ചറിയാനായിട്ട് പറ്റുമായിരുന്നു. അതൊക്കെ കാണുമ്പോണ്ടല്ലോ അവരുടെ ആ ഒരു പോസിറ്റീവ് എനർജി എന്നിലേക്ക് ഇങ്ങനെ വരുമായിരുന്നു. അതിനുശേഷം പിന്നെ മാർക്സ് എല്ലാം ടോട്ടൽ ചെയ്തു ടീച്ചേഴ്സ് റൂമിലിരുന്നിട്ട്. വീണ്ടും നമ്മളെ ചിക്കൂസ് ഡൈൻ സ്റ്റോളിലേക്ക് തന്നെ കൊണ്ടുപോയി. കാരണം കുട്ടികൾ ചിക്കൂസ് ഡൈൻ ലോട്ടസ് ബിസ്ക് ഓഫ് കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ
കേക്കൊക്കെ കട്ട് ചെയ്തു. ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. കേക്ക് മാത്രമല്ല, അവർക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഭയങ്കര താല്പര്യത്തോടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ വയറ് ഫുള്ളാണ്, വീട്ടിൽ നിന്ന് ഓൾറെഡി കഴിച്ചിട്ട് വന്നതാണ്. അതിന് കൂടെ ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റവും ടേസ്റ്റ് ചെയ്തിട്ട് തന്നെയല്ലേ മാർക്ക് ഇടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം എൻ്റെ വയറ് നല്ല ഫുള്ളാണ്. എന്നാലും ഇവർ ഈ രാത്രിയും പകലും ഒക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യാതിരിക്കുക? എല്ലാം നല്ല ടേസ്റ്റിംഗ് ആയിരുന്നു. പുഡിങ് നല്ല ടേസ്റ്റി ആയിരുന്നു. ഇതിൽ ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികളോടൊപ്പത്തിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് ആൺകുട്ടികളെന്ന്. ഒരു പക്ഷേ ആൺകുട്ടികളാണോ മുന്നിലെന്ന് എനിക്ക് തോന്നിപ്പോകും പലപ്പോഴും. അത്രയധികം ഇതിനകത്തുള്ള റെസിപ്പീസൊക്കെ ഉണ്ടാക്കി അതെങ്ങനെ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ടായിരുന്നു ബോയ്സും. എന്നെ ഇവിടുന്ന് ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്തത് ഇവിടുത്തെ ജെറൂഷ ടീച്ചറാണ്. അപ്പോൾ ആ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്ന കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് കുക്കിങ്ങിൽ. ഫുഡ് ഫെസ്റ്റ് നടത്താനും കുക്കിംഗ് കോമ്പറ്റീഷൻ നടത്താനൊക്കെ അവരിങ്ങോട്ടേക്ക് ആവശ്യപ്പെടാറാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അവരുടെ ഇൻട്രസ്റ്റ് ഇത്രമാത്രം ഉണ്ടെന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വേറൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു തട്ടുകടയുണ്ട്, വൈസിൻ്റെ തട്ടുകട. എന്താണെന്നറിയോ? വൈസ് ക്യാപ്റ്റൻസ് മാത്രം നടത്തുന്ന ഒരു തട്ടുകട. അതിനവർ പേരിട്ടിരിക്കുന്നത് വൈസിൻ്റെ തട്ടുകട. അത് കൊള്ളാം കേട്ടോ, നല്ല ഭംഗിയുണ്ട്, കാണാൻ അടിപൊളിയാണ്. അസലൊരു തട്ടുകട തന്നെ. അതിൻ്റെ വിലവിവര പട്ടിക എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വിലവിവര പട്ടിക തന്നെ കാണാൻ നല്ല രസമാണ്. അതിൽ ഏത് മൂഡ്, ബജി മൂഡ്. അപ്പോൾ അത് ബജിയും പരിപ്പുവട ഉള്ളിവട ഈ സംഭവങ്ങൾക്കൊക്കെ ഉള്ള ഒരു സബ് ടൈറ്റിലാണത്. പിന്നെ മുള കൊണ്ടൊക്കെയാണ് ഈ ഒരു തട്ടുകട ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഓല മേഞ്ഞതാണ്. ഓല മേഞ്ഞതൊക്കെ കുട്ടികൾ തന്നെയാണെന്നാണ് പറഞ്ഞത്. പലതരം ബജികൾ, കപ്പ, മീൻകറി, ചിക്കൻ കറി, പൊറോട്ട അടിക്കുന്നതൊക്കെ കണ്ട പ്രൊഫഷണൽ പൊറോട്ട അടിക്കാരാണെന്നേ തോന്നുള്ളൂ. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അടിക്കുന്നത്. അങ്ങനെ ഞാൻ ആ ജീവിതത്തിൽ ആദ്യമായിട്ട് വൈസ് ക്യാപ്റ്റന്മാരുടെ കപ്പയും മീൻകറിയും കഴിക്കുകയാണ്. അപ്പോൾ മീൻകറിയും കപ്പയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ മീൻകറി ആരാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോൾ ആരാന്നറിയാമോ? ഇവിടുത്തെ പ്രിൻസിപ്പൽ മാം ഉണ്ടാക്കിയതാ. ശരിക്കും പറഞ്ഞാലേ എനിക്ക് ഈ ഒരു ഒത്തൊരുമ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് അങ്ങ് ടച്ച് ചെയ്തിട്ടുണ്ട്. സാധാരണ പണ്ടത്തെ തട്ടുകടയിലൊക്കെ റേഡിയോ ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവില്ലേ, അതുപോലെ അതുമൊക്കെ ഉണ്ട്. പിന്നെ റാന്തൽ വിളക്ക് തൂക്കിയിട്ടിട്ടുണ്ട്. നല്ല ഭംഗി കേട്ടോ ശരിക്കും പറഞ്ഞാൽ കാണാനായിട്ട്. ശരിക്കും ഇതുപോലൊരു ഫുഡ് ഫെസ്റ്റ് ഞാൻ ആദ്യമായിട്ട് കാണാം. ഞാനിതെന്തോ വലിയ എക്സിബിഷനൊക്കെ വന്നിട്ട് കണ്ട് നടക്കുന്ന ഒരു ഇതിലെങ്ങനെ നടക്കുക. പിന്നെ ഉണ്ടായിരുന്നു ഒരുപാട് സ്റ്റോളുകളൊക്കെ. അപ്പോൾ ഓരോ സ്റ്റോളും പോയി നോക്കി കുറച്ച് പറ്റുന്ന പോലെ മാത്രം ടേസ്റ്റ് ചെയ്തു കേട്ടോ. അവരത്രയും സ്നേഹത്തോടെ തരുമ്പം വേണ്ടാന്ന് പറയാനും തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളൊക്കെ വന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മൊയ്ത്തോ കുടിക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്റ്റോളിലേക്ക് വന്നതാണ് കേട്ടോ. തലയെക്കെട്ടൊക്കെ കെട്ടി നിൽക്കുന്ന മൊയ്ത്തോക്കാരനെ കണ്ടു കഴിഞ്ഞാൽ അസല് തട്ടുകടക്കാരൻ എന്നേ പറയുള്ളൂ. ഇവിടുത്തെ സാറാണ്. എന്നിട്ട് എനിക്ക് മൊയ്ത്തോ അടിച്ചു തന്നു കേട്ടോ ഈ സാറ്. അസാധ്യ ടേസ്റ്റായിരുന്നു ഈ മൊയ്ത്തോയ്ക്ക്. അത് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ കുടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് പ്രത്യേകിച്ച് പറയുകയും ചെയ്തു, എനിക്ക് കുടിക്കാൻ വയറ്റിൽ തീരെ സ്ഥലമില്ല, അതുകൊണ്ടാണ് ഞാൻ മതിയാക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. മൊയ്ത്തോ എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോൾ ഞാൻ നല്ല സൂപ്പറായിരുന്നു പറഞ്ഞപ്പോൾ നാഷിൻ്റെ ഒരു നിഷ്കളങ്കമായ ചിരി ഉണ്ടായിരുന്നു. അതിന് കൊടുക്കണം 100-ൽ 100 മാർക്ക്. പിന്നെ ഉണ്ടായിരുന്നു ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ നടത്തുന്ന സ്റ്റോളുകൾ എല്ലായിടത്തും പോയി പിന്നെയും ടേസ്റ്റൊക്കെ ചെയ്തു. ഇവരെല്ലാവരും ഇവിടുത്തെ ടീച്ചേഴ്സും സാറുമാരും ഒക്കെയാണ്. ഒരു ജാടയില്ലാതെ എന്ത് പണിയും ചെയ്യാൻ റെഡി ആയിട്ടുള്ള ടീച്ചേഴ്സ്. ശരിക്കും ഒരുപാട് ബഹുമാനം തോന്നി ഈ ടീച്ചേഴ്സിനോട്. ഭരണികളിലിരിക്കുന്ന നാരങ്ങ മിഠായിയും പുളിമിഠായിയും ഉണ്ണിയപ്പവും ഇതൊക്കെ കണ്ടാൽ തന്നെ വായിൽ വെള്ളം വരും. പിന്നെ ഒരു കൗണ്ടർ ഉപ്പിലിട്ടതായിരുന്നു. വെജിറ്റബിൾസും മാങ്ങയും പൈനാപ്പിളും ഒക്കെ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു. വയസ്സിൻ്റെ തട്ടുകിടക്കാർക്ക് എല്ലാവർക്കും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിരുന്നു കേട്ടോ. കുറേ സമയം അവിടെ എല്ലാവരും കൂടി ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ലൊരു വൈബായിരുന്നു ഈ ഒരു സ്കൂള്. എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു ഒത്തൊരുമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് നിറയും. ടീച്ചേഴ്സൊക്കെ അത്രയധികം കുട്ടികളെ കെയർ ചെയ്യുന്നു എന്നുള്ളത് കാണുമ്പോൾ. പിന്നെ ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ വന്നിരുന്ന് എല്ലാവർക്കും ഫുഡൊക്കെ കൊണ്ടു തന്നിട്ടോ, കപ്പ മീൻകറിയൊക്കെ. പ്രിൻസിപ്പൽ മാമിൻ്റെ മീൻകറി അസാധ്യ ടേസ്റ്റായിരുന്നു. കപ്പയും നല്ല ടേസ്റ്റ്. എനിക്ക് പക്ഷേ ഒന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഇവരെല്ലാം കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു ടീച്ചർ ഒരു കുഞ്ഞു മോളെയും കൊണ്ട് വന്നു കേട്ടോ. കയ്യിലൊരു പുഡിംഗ് ട്രേ ഒക്കെ ആയിട്ട്.
ഇവിടുത്തെ ഏറ്റവും യങ്ങസ്റ്റ് ഷെഫാണെന്നാണ് പറഞ്ഞ് പരിചയപ്പെടുത്തിയത്. നല്ല കഴിവുള്ള ഒരു മോളാണ്. ഈ ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. ടീച്ചേഴ്സൊക്കെ കുട്ടികളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇത്രയും ഇങ്ങനെ സ്വന്തം കുട്ടിയെ കൊണ്ടുവരുന്ന പോലെയാണ് കൊണ്ടുവന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു മോളുണ്ടാക്കിയ പുഡിങ്. അപ്പോൾ ഈ നടത്തുന്ന ഫുഡ് ഫെസ്റ്റ് ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫുഡ് ഫെസ്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഇവർ വൃദ്ധസദനത്തിലും ഒക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കും. പോകുന്ന സമയത്ത് ടീച്ചേഴ്സ് കുട്ടികളെയൊക്കെ കൂട്ടിയിട്ടാണ് കൊണ്ടുപോയിട്ട് ഈ കാശ് കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കുട്ടികൾക്ക് ഇതിൻ്റെ മൂല്യം ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ. കുട്ടികൾക്ക് വിദ്യാഭ്യാസവും അറിവും പരിജ്ഞാനവും ഒക്കെ വേണം. പക്ഷേ അതിനെക്കാട്ടിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നല്ല വ്യക്തിയാവുക എന്നുള്ളതാണല്ലേ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ് ചെയ്യുന്നത് ശരിക്കും പ്രശംസനീയം തന്നെയാണല്ലേ. അങ്ങനെ ഞങ്ങളിതാ പോകാനായിട്ട് ഇറങ്ങുക. അപ്പോഴത്തേക്കും പ്രിൻസിപ്പൽ മാം വന്ന് എനിക്കൊരു സമ്മാനമൊക്കെ ആയിട്ട് എൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഫോട്ടോ വെച്ചാൽ വരച്ചിട്ടുള്ള ഒരു പിക്ചറാണ്. ഒരുപാട് സന്തോഷം. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ശരിക്കും ഇവരുടെയൊക്കെ സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത് അനുഭവിച്ച് തന്നെ അറിയണം. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഗിഫ്റ്റും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ശരിക്കും ഇപ്പോൾ ഇവിടെ വന്നപ്പോഴേ ഇതൊരു സ്കൂളിലേക്ക് വന്നതുപോലെ അല്ല കേട്ടോ തോന്നുന്നത്. വലിയൊരു കുടുംബത്തിൽ വലിയ ഫംഗ്ഷൻ നടക്കുന്നു. ആ ഫംഗ്ഷന് വന്നതുപോലെയാണ്. ഒരുപാട് കുട്ടികളും ഒരുപാട് അമ്മമാരും പിന്നെ ഇവരെല്ലാം നോക്കി നടത്താനായിട്ട് ഒരു വലിയ അമ്മയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വലിയ കുടുംബം. ആ കുടുംബത്തിൽ ഗസ്റ്റായിട്ട് വന്നിട്ട് പോകുന്ന ഒരു പ്രതീതിയാണ്. ശരിക്കും ഇതുപോലൊരു സ്കൂള് ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ. കുട്ടികളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ടീച്ചേഴ്സും അവരെല്ലാവരെയും കൂടെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു പ്രിൻസിപ്പൽ മാം. ഒരിക്കൽ കൂടി ബാല്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്കൂളിൽ പഠിക്കണം എന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ പോവുകയാണ്. പോകുന്ന സമയത്ത് അവർ യാത്ര ചെയ്യിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ടാറ്റ പറയുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.